ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പാമ്പ് കടിയുടെ കഥയാണ് വായിച്ചിരുന്നത്. ഓർമ്മയുണ്ടോ? അവസാനം എവിടെയാണ് നിർത്തിയത്? അപ്പൂപ്പൻ രാജ എന്ന് പറയുന്ന കുട്ടിയെ തൻ്റെ കയ്യിലെടുത്തിട്ട് ഓടാൻ തുടങ്ങിയ ഓട്ടാണ് അല്ലേ. ഓടി 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 ഒരു ചെറിയ വീട് എത്തും വരെ ഓടി. അവിടെയാണ് നിർത്തിയത് അല്ലേ. ഇനി അതിൻ്റെ ബാക്കി നോക്കിയേക്കാം. കണ്ടോളി. ദെൻ പിന്നെ ഹീ ഷൗട്ടഡ് ഫോർ. ഇവിടെ കണ്ടോ, ഷൗട്ടഡ് ഫോർ. ഷൗട്ടഡ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കെ വിളിച്ചു എന്നാണ്. ഉറക്കെ വിളിച്ചു. അപ്പോൾ എന്തായി? ഹീ ഷൗട്ടഡ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഉറക്കെ വിളിച്ചു എന്ന് വെച്ചാൽ അപ്പൂപ്പൻ ഉറക്കെ വിളിച്ചു. ആരെ? കണ്ടോളി. ദ മേൻ, ആ വ്യക്തിയെ. ഏത് വ്യക്തിയെ? ഹൂ. ഹൂ അതിന്റെ അർത്ഥം വെക്കാൻ ആയിട്ടില്ല. കണ്ടോളി. ലീവ്ഡ് ദെയർ. നമുക്കറിയാം ലീവ്ഡ് ദെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ താമസിച്ചിരുന്നു അല്ലേ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രത്യേക വീഡിയോ ഉണ്ടാക്കിയിരുന്നു ഹൂവിനെ കുറിച്ച്. ഓർമ്മയുണ്ടോ? നാഠ എന്നുള്ള വ്യത്യസ്ത അർത്ഥങ്ങളുള്ള. അത് കാണാത്തവരാണെങ്കിൽ മക്കളെ അത് കാണണം. അത് അത്രയും വളരെ വിലപ്പെട്ട ക്ലാസ്സാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടോളി ലീവ്ഡ് ദെയർ എന്ന് വെച്ചാൽ അവിടെ താമസിച്ചിരുന്ന. ഇവിടെ ഹൂ എന്ന് പറഞ്ഞാൽ നാട്ടോ അർത്ഥം. എന്ന് പറയാം ഹൂ ലീവ്ഡ് ദെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ താമസിച്ചിരുന്ന ആ വ്യക്തിയെ അപ്പൂപ്പൻ ഉറക്കെ വിളിച്ചു എന്നായി. ഹലോ, ഉറക്കെ വിളിച്ചു. കാരണം ചികിത്സ വേണ്ടേ, രാജയെ പാമ്പ് കടിച്ചിരിക്കുന്നു. ഇനി അടുത്താണ്. അത് കഴിഞ്ഞിട്ട് ആൻ ഓൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയസ്സായ. ഗ്രേ ഹെയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരച്ച മുടിയുള്ള എന്നാണ്. മേൻ, വ്യക്തി. അപ്പൊ എന്തായി? ആൻ ഓൾഡ് ഗ്രേ ഹെയർഡ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയസ്സായ നരച്ച മുടിയുള്ള മനുഷ്യൻ അല്ലെങ്കിൽ വ്യക്തി. കെയിം ഔട്ട്. ഇവിടെ ഉണ്ടോ? കെയിം ഔട്ട്, പുറത്തേക്ക് വന്നു. എന്തിൻ്റെ? ഓഫ് ദ ഹൗസ്, വീടിൻ്റെ. അപ്പൊ എന്താ? ഒരു വയസ്സായ നരച്ച മുടിയുള്ള ഒരു മനുഷ്യൻ, ഒരു വ്യക്തി വീടിൻ്റെ പുറത്തേക്ക് വന്നു. യെസ്. എന്നിട്ട് കണ്ടോളി. ഹീ ന്യൂ. ഹീ അദ്ദേഹം. ആരാണ്? ആ നരച്ച മുടിയുള്ള. ഹീ ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമായിരുന്നു എന്നാണ്. അപ്പൊ എന്തായി? ഹീ ന്യൂ, അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്തറിയാമായിരുന്നു? ദ ക്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ എന്നാണ്. അപ്പൊ എന്തായി? അദ്ദേഹത്തിന് ചികിത്സ അറിയാമായിരുന്നു എന്നായി. എന്തിന്റെ? അതുകൂടി കണ്ടോളി. ഫോർ സ്നേക്ക് ബൈറ്റ്, പാമ്പ് കടിയുടെ. എന്താണ്? പാമ്പ് കടിയുടെ. അല്ല സാർ, ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടി എന്നല്ലേ? അതാണ് ഞാൻ പറഞ്ഞ് സാഹചര്യങ്ങൾക്കനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വരും. ഫോറിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? വേണ്ടി എന്നാണ്. പക്ഷെ ഇവിടെ നമ്മൾ വേണ്ടി എന്നുള്ള വേർഡ് വെക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? യുടെ എന്നാണ് അല്ലെ. എന്താണ്? പാമ്പ് കടിയുടെ അല്ലെങ്കിൽ പാമ്പ് കടിന്റെ, അങ്ങനെയും പറയാൻ കുഴപ്പമൊന്നുമില്ല. പാമ്പ് കടിന്റെ ചികിത്സ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിനേക്കാൾ ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള മലയാളം എന്താണ് അല്ലെ? പാമ്പ് കടിയുടെ ചികിത്സ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, മനസ്സിലായി മതി. ഇനി അടുത്താണ്. ഗ്രാൻഡ് ഫാദർ ആസ്ക്ഡ്. അപ്പൂപ്പൻ പറഞ്ഞു. ആസ്ക്ഡ് നമ്മൾ ചോദിച്ചു എന്നല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ആസ്കില്ലേ, ആസ്കിന്റെ കൂടെ ടു വന്നു കഴിഞ്ഞാൽ എന്താണ്? പറഞ്ഞു എന്നാണ് അർത്ഥം. അപ്പൊ അപ്പൂപ്പൻ പറഞ്ഞു അല്ലേ. ആരോട്? ഹിം. അപ്പൂപ്പൻ അദ്ദേഹത്തോട് പറഞ്ഞു. ടു ക്യൂർ. ഇവിടെ ക്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോളി. ഇവിടെ ക്യൂറിന്റെ മുന്നേ വന്നു അല്ലേ. എന്താ? ഇവിടെ ക്യൂർ ചികിത്സ എന്നർത്ഥം, നൗണ്. ഇവിടെ കണ്ട ടൂന് ശേഷം ക്യൂർ വന്നു. അപ്പൊ ഇവിടെ ക്യൂർ എന്താണെന്നോ? ആക്ഷൻ ആണ്, ചികിത്സിക്കുക എന്നായി. അപ്പൊ ടു ക്യൂർ എന്ന് പറഞ്ഞാലോ ചികിത്സിക്കാൻ പറഞ്ഞു എന്നായി അല്ലേ. ആരെ? മീ, എന്നെ അല്ല, ആ കുട്ടി പറയാണ്. അപ്പൊ ആ കുട്ടി പറയാണ് എൻ്റെ അപ്പൂപ്പൻ അദ്ദേഹത്തോട് എന്നെ ചികിത്സിക്കാൻ പറഞ്ഞു എന്നായി. ഓക്കെ. ഗ്രാൻഡ് ഫാദർ ആസ്ക്ഡ് ഹിം ടു ക്യൂർ മീ. അപ്പൂപ്പൻ എന്നെ ചികിത്സിക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പിന്നെ പറയാണ് ദി ഓൾഡ് മാൻ, ആ വയസ്സായ വ്യക്തി, ടുക്ക് എടുത്തു, മീ എന്നെ. അപ്പൊ എന്നെ എടുത്തു, ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ ഉള്ളില്ല. അപ്പൊ ഉള്ളിലേക്ക് എന്നെ എടുത്തു എന്നായി. ഇനി ഇവിടെ കണ്ടോളി. നമുക്കറിയാം ടുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു ആണല്ലോ. പക്ഷെ ഇവിടെ ഈ സാഹചര്യത്തിൽ ഇവിടെ എടുത്തു എന്നുള്ളതിനേക്കാൾ ബെറ്റർ അല്ലേ കൊണ്ടുപോയി എന്നുള്ളത് ആണല്ലോ. അപ്പൊ നിങ്ങൾ മനസ്സിലായത് വെറുതെ അല്ല, സാഹചര്യങ്ങൾക്കനുസരിച്ച് വേർഡിന്റെ അല്ലെ അർത്ഥങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത്. ഇപ്പൊ ഓക്കെ അല്ലോ. അപ്പൊ എന്താ? ഇവിടെ ടുക്ക് എന്ന് പറഞ്ഞാൽ ടുക്ക് മീ ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ
ഉള്ളിലേക്ക് കൊണ്ടുപോയി എന്നായി. ഇനി അടുത്താണ് ഹി, അദ്ദേഹം. ആര്? ഉള്ളിലേക്ക് കൊണ്ടുപോയാണല്ലോ ചികിത്സിക്കുന്ന അദ്ദേഹം. ലുക്ഡ് അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോക്കി എന്നാണ്. നോക്കി, എന്തിലേക്കെങ്കിലും നോക്കൂല നമ്മൾ, അതിനാണ് ലുക്കിൻ്റെ കൂടെ അറ്റ് ഉപയോഗിക്കാം. ഹി ലുക്ഡ് അറ്റ് മൈ ഫിംഗർ, അദ്ദേഹം എൻ്റെ വിരലിലേക്ക് നോക്കി എന്നായി. അദ്ദേഹം എൻ്റെ വിരലിലേക്ക് നോക്കി. ആൻഡ് ദെൻ, എന്നിട്ട്. ആൻഡ് ദെൻ ഒരുമിച്ച് പറഞ്ഞോളൂ. ആൻഡ് ദെൻ ഒരുമിച്ച്, എന്നിട്ട്. ഇനി ഇങ്ങനെ പറയാൻ കുഴപ്പമില്ല. എന്നിട്ട് പിന്നെ ഓക്കെയാണ്. ഓക്കെ, എന്നിട്ട് അല്ലെങ്കിൽ എന്നിട്ട് പിന്നെ ആസ്ക്ഡ്, എന്നിട്ട് ആസ്ക്ഡ് മീ, എന്നോട് പറഞ്ഞു. ഇവിടെ ടു ആണ്, അതുകൊണ്ടാണ് ഞാൻ ആസ്ക്ഡ് വീണ്ടും വീണ്ടും പറഞ്ഞു എന്ന് പറയാൻ കാരണം. ആസ്ക്ഡിന്റെ കൂടെ ടു വന്നല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞു. അപ്പോൾ ആസ്ക്ഡ് മീ, എന്നോട് പറഞ്ഞു. ടു സിറ്റ് ഡൗൺ, താഴെ ഇരിക്കാൻ പറഞ്ഞു. ആ ചികിത്സിക്കുന്ന വ്യക്തി ആ കുട്ടിയോട് പറയാണ് പ്ലീസ് സിറ്റ് ഡൗൺ. ഓക്കെ, താഴെ ഇരിക്കാൻ പറഞ്ഞു. ആൻഡ് നോട്ട് മൂവ്, ഇളകാതിരിക്കാൻ. അപ്പോൾ ഈ നോട്ട് മൂവ് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തെയും അതുപോലെ സിറ്റ് ഡൗൺ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തെയും ആൻഡ് വെച്ചങ്ങ് ആഡ് ചെയ്തു, ജോയിൻ ചെയ്തു. അപ്പോൾ ഒരുമിച്ച് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയുന്നത് ഇളകാതെ താഴെ ഇരിക്കാൻ പറഞ്ഞു എന്നായി. ഓക്കെ ആണല്ലോ? എന്താണ്? ഇളകാതെ താഴെ ഇരിക്കാൻ പറഞ്ഞു. ആര്? ആ വൈദ്യർ. ആരോട്? ആ കുട്ടിയോട്. ഓക്കെ, എന്നിട്ട് കണ്ടോളി, ഐ സാറ്റ്, ഞാൻ ഇരുന്നു. ആ കുട്ടി കേട്ടോ. ഐ സാറ്റ്, എവിടെ ഇരുന്നു? ഓൺ ഗ്രാൻഡ് ഫാദേഴ്സ് ലാപ്പ്, അപ്പൂപ്പൻ്റെ മടിയിൽ. എന്താണ്? അപ്പൂപ്പൻ്റെ മടിയിൽ ഇരുന്നു എന്നായി. ആ ചെറിയ കുട്ടി. പിന്നെ പറയാണ് ദി ഓൾഡ് മാൻ, ആ വയസ്സായ വ്യക്തി. ദെൻ, പിന്നീട്. അപ്പോൾ പിന്നെ ആ വയസ്സായ വ്യക്തി എന്നല്ലേ? അങ്ങനെ തന്നെ. എന്താണ്? ദി ഓൾഡ് മാൻ, ആ വയസ്സായ വ്യക്തി. ദെൻ, പിന്നെ. അപ്പോൾ ശരി, മലയാളത്തിൽ നിന്ന് ശരിയാക്കി പറഞ്ഞു. പിന്നെ ആ വയസ്സായ വ്യക്തി ടുക്ക്, എടുത്തു. എന്തെന്നോ? സം വാട്ടർ, കുറച്ച് വെള്ളം എടുത്തു എന്നായി. കുറച്ച് വെള്ളം എടുത്തു. എന്തില്? അതും കൂടി കണ്ടോളിതാ. ഇൻ എ സ്മോൾ, ഒരു ചെറിയ. അടുത്ത പേജിലേക്ക് കിടക്കാം. എന്താണ്? ഒരു ചെറിയ. ഇൻ എ സ്മോൾ. യെസ്, ഇവിടെയാണ് ബാക്കി. ഇൻ എ സ്മോൾ, ഇവിടെ ഉണ്ട് കേട്ടോ. ഇൻ എ സ്മോൾ ബ്രാസ് വെസൽ. വെസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പാത്രം. ബ്രാസ് എന്ന് പറഞ്ഞാലോ പിച്ചള. ഓർമ്മയുണ്ടോ? പിച്ചള. അപ്പൊ എന്തായി? പിച്ചള പാത്രത്തിൽ നിന്നായി അല്ലേ? ഇൻ എ സ്മോൾ ബ്രാസ് വെസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പിച്ചള പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു. എന്നിട്ട് സാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ആസ്. ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിലാണ് അല്ലേ? എന്നിട്ട് എന്ത്? ആ ചികിത്സിക്കുന്ന വ്യക്തി സാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ആസ്, ഞങ്ങളുടെ മുന്നിലിരുന്നു. എന്നിട്ട് എന്നിട്ട് സ്റ്റാർട്ടഡ്, തുടങ്ങി. എന്ത് തുടങ്ങി? റീസൈറ്റിംഗ്. റീസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊല്ലുക എന്നാണ്. ചൊല്ലൂലേ? ചൊല്ലുക. അപ്പൊ ചൊല്ലാൻ തുടങ്ങിയതല്ലേ? സ്റ്റാർട്ടഡ് റീസൈറ്റ് എന്ന് പറഞ്ഞാൽ ചൊല്ലാൻ തുടങ്ങി. എന്ത്? സം മന്ത്രാസ്, കുറച്ച് മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. കുറച്ച് മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. ഇനി അടുത്താണ് ഐ വോണ്ടഡ് ടു ടെൽ ഹിം. ഇവിടെ ഉണ്ടോ? വോണ്ടഡ് ടു, വോണ്ട് ടു ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ പാസ്റ്റ് ആണ് വോണ്ടഡ് ടു, ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ആ കുട്ടി പറയാണ് ഐ വോണ്ടഡ് ടു ടെൽ ഹിം, അല്ലേ? എനിക്ക് അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിച്ചിരുന്നു. എന്ത് പറയാൻ ആഗ്രഹിച്ചിരുന്നു? കണ്ടോളി, ദാറ്റ്, ഇറ്റ് വാസ് എ ബി. ഇറ്റ് വാസ്, ഇതായിരുന്നു. എന്തായിരുന്നു? ഒരു എ ബി. ഇതൊരു തേനീച്ചയായിരുന്നു. ആൻഡ് നോട്ട് എന്ന് പറഞ്ഞാൽ അല്ലാതെ എ സ്നേക്ക്, ഒരു പാമ്പല്ല. ഒരു തേനീച്ചയായിരുന്നു, അല്ലാതെ ഒരു പാമ്പല്ല. ദാറ്റ് ഹാഡ് ബിറ്റൺ. ആണോ? ഹാഡ് ബിറ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിച്ചിരുന്നു എന്നാണ് അല്ലേ? കടിച്ചിരുന്നു. മീ, എന്നെ. ഇവിടെ ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ് എന്നാണോ? ദ്. എന്താ? എന്നെ കടിച്ചിരുന്നത്. എന്നെ കടിച്ചിരുന്നത് ഒരു പാമ്പല്ലായിരുന്നു, മറിച്ച് ഒരു തേനീച്ചയായിരുന്നു എന്ന്. ഇവിടെ ഇന്ന് നടത്തണം. ഇന്ന് കാരണം ഒരേ സെൻറ്റൻസിൽ രണ്ട് ദാറ്റ് വന്നിട്ട് രണ്ടിനും ഒരേ മീനിങ് വരുമല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഇത് എന്നുള്ളതാണ് അല്ലേ? എന്നെ കടിച്ചിരുന്നത്
ഒരു പാമ്പല്ല, മറിച്ച് ഒരു തേനീച്ച ആയിരുന്നു എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അയാൾ കേൾക്കണ്ടേ? അയാൾ രാജോഷോ മിണ്ടരുത് മിണ്ടരുത് മിണ്ടരുത്, എനിക്കറിയാം. അയാളുടെ ചികിത്സ തുടങ്ങി, അയാളുടെ മന്ത്ര കാര്യങ്ങളൊക്കെ തുടങ്ങി. ഓക്കെ, പക്ഷേ ആ രാജ എന്ന് പറഞ്ഞ ആ ചെറിയ കുട്ടി പറയാൻ ആഗ്രഹിച്ചിരുന്നു, അയക്കണ്ടേ പറയാൻ. കണ്ടോളി. പക്ഷേ ഗ്രാൻഡ് ഫാദർ ഹെൽഡ് മീ. ഗ്രാൻഡ് ഫാദർ എന്നെ പിടിക്കുക. ഹെൽഡ് പിടിച്ചു കേട്ടോ. ഗ്രാൻഡ് ഫാദർ അപ്പൂപ്പൻ എന്നെ പിടിച്ചിരുന്നു. ഇങ്ങനെ ടൈറ്റ്, മുറുക്കില്ലേ. അപ്പൂപ്പൻ എന്നെ മുറുക്കി പിടിച്ചിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ഡിഡ് നോട്ട് അലൗ മീ. അലൗ എന്ന് പറഞ്ഞാൽ അനുവദിക്കുക എന്നാണ്. അപ്പം എന്തായി? ഡിഡ് നോട്ട് അലൗ എന്ന് പറഞ്ഞാലോ അനുവദിച്ചില്ല എന്നായി അല്ലേ? അനുവദിച്ചില്ല. എന്തിന്? ടു ടോക്ക്, സംസാരിക്കാൻ അനുവദിച്ചില്ല. ആ പാവ രാജ പറയാൻ ആഗ്രഹിച്ചിരുന്നു, ഓ എക്സ്ക്യൂസ് മീ, എന്നെ കടിച്ച് പാമ്പൊന്നുമല്ല, എന്നെ കടിച്ച് തേനീച്ചയാണ്, ഇത് പറയാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അപ്പൂപ്പൻ മുറുക്കി പിടിച്ചിരിക്കുകയാണ്, എന്നാൽ സംസാരിക്കാൻ അനുവദിച്ചില്ല. ഇനി അടുത്താണ് ഗ്രാൻഡ് മദർ, അമ്മൂമ്മ, അമ്മൂമ്മയും എന്നല്ലേ, അമ്മൂമ്മയും ഹാഡ് അറൈവ്ഡ് എന്ന് പറഞ്ഞാൽ എത്തിയിരുന്നു എന്നാണ്. അപ്പം എന്തായി? ഗ്രാൻഡ് മദർ ടു ഹാഡ് അറൈവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മയും എത്തിയിരുന്നു. ബൈ ദെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും എന്നാണ്. അപ്പോഴേക്കും അമ്മൂമ്മയും എത്തിയിരുന്നു എന്നായി. അപ്പോഴേക്കും അമ്മൂമ്മയും അവിടെ എത്തിയിരുന്നു. എവിടെ? ആ ചെറിയ വീട്. അപ്പം ആരുടെ കൂടെയാണ് അമ്മൂമ്മ എത്തിയത്? അതും കൂടി കണ്ടോളിതാ. എലോങ് വിത്ത്, കൂടെ. അല്ല, അതിന് കൂടെ എന്ന് പറയാൻ വിത്ത് മാത്രം പോരെ അല്ലേ? വിത്ത് മാത്രം പോരെ കൂടെ എന്ന്. പിന്നെ എലോങ് എന്താ? കണ്ടോളി. എലോങ് വിത്ത് രണ്ടും കൂടി ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് എന്ന് പറയുന്ന വേർഡിനെ ഒന്ന് ഊന്നി പറയാൻ വേണ്ടിയാണ് ഇവിടെ എലോങ് ചേർത്തത്. അല്ലാതെ എലോങ്ങിന് ഇവിടെ പ്രത്യേക അർത്ഥമൊന്നുമില്ല. എലോങ് വിത്ത് എന്ന് പറഞ്ഞാൽ കൂടെ തന്നെയാണ്. ഓക്കെ, വിത്ത് എന്ന് പറഞ്ഞാലും കൂടെ, എലോങ് വിത്ത് എന്ന് പറഞ്ഞാൽ അതും കൂടെയാണ്. പക്ഷെ എലോങ് വിത്ത് ഒരുമിച്ച് വരുമ്പോൾ ഒന്നും കൂടി സ്ട്രോങ് ആയി. അപ്പം ആരുടെ കൂടെയാണ് അമ്മൂമ്മ വന്നിരുന്നത്? സം, കുറച്ച്, അതർ പീപ്പിൾ. പീപ്പിൾ കുറച്ച് നോക്കിയേക്കാം. അതർ പീപ്പിൾ. യെസ്, കണ്ടോളി. അപ്പം അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ അമ്മൂമ്മയും എത്തിയിരുന്നു. ആരുടെ കൂടെ? കണ്ടോളി. എലോങ് വിത്ത് സം അതർ പീപ്പിൾ, കുറച്ച് മറ്റ് ആളുകളുടെ അല്ലേ. അപ്പം മറ്റ് കുറച്ച് ആളുകളുടെ കൂടെ അപ്പോഴേക്കും അമ്മൂമ്മയും എത്തിയിരുന്നു എന്നായി. ഓക്കെ ആണല്ലോ? അത് ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. ഇനി അടുത്താണ് ദേ ലുക്ഡ്. ഞാൻ പറഞ്ഞിരുന്നു ലുക്ക് എന്ന് പറയുന്ന വേർഡിൻ്റെ കൂടെ അറ്റ് വരികയാണെങ്കിൽ അതിന് ഒരു അർത്ഥമുള്ളതെന്ന് പറയുമോ? എന്തെങ്കിലും ഒരു സാധനത്തിലേക്ക് ഇങ്ങനെ നോക്കുക. അതല്ല, ലുക്ക് എന്ന് പറയുന്ന വേർഡിൻ്റെ കൂടെ ഒന്നുമില്ല വിചാരിക്കുക, അറ്റില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ലുക്കിന് ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങൾ വരും. ഇവിടെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണപ്പെട്ടു എന്നാണ്. അപ്പം ദേ ലുക്ഡ് സാഡ്, അവർ ദുഃഖിതരായി കാണപ്പെട്ടു. കാരണം പാമ്പ് എല്ലാവരും വിചാരിക്കുന്നതാണ് രാജ എന്ന് പറഞ്ഞ ആ കുട്ടിയെ പാമ്പ് കടിച്ചു, പാവം. ഇത് എല്ലാവർക്കും ചുറ്റി കൂടിയിട്ട് നിന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്, എല്ലാവരും സങ്കടത്തിലാണ്. ദേ ലുക്ഡ് സാഡ്, അവർ ദുഃഖിതരായി കാണപ്പെട്ടു. ആൻഡ് എന്നിട്ട് സൈലൻ്റ്ലി വാച്ച്ഡ് മീ, മിണ്ടാതെ ശാന്തമായിട്ട് എന്നെ നോക്കി. ആ രാജ എന്ന് പറഞ്ഞ കുട്ടിയെ നോക്കി. എല്ലാവരും സങ്കടത്തിലാണ്, പാമ്പ് കടിച്ചാൽ എപ്പോൾ തട്ടിപ്പോകും. രാജ എങ്ങനെ നോക്കി. ഓക്കെ, ഇനി അടുത്താണ് കണ്ടോളി. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് മരുന്നുകൾ ഇവിടെ ഉണ്ട്. കണ്ടോളി. ബൈ ദിസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം ആയപ്പോഴേക്കും എന്നർത്ഥം. എന്താണ് ബൈ ദിസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം ആയപ്പോഴേക്കും. ദ പെയിൻ, വേദന, ആ വേദന എവിടെ? ഇൻ മൈ ഫിംഗർ, എൻ്റെ വിരലിലെ ആ വേദന. അപ്പോൾ ഇവിടെ ഇൻ എന്നുള്ള ആ ഒരു അർത്ഥത്തിന് എന്നുള്ളതിനേക്കാൾ ബെറ്റർ എന്നാണ് ലയാണ്. അതുകൊണ്ടാണ് പറഞ്ഞ് ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തേണ്ടി വരും, സ്വാഭാവികം. അല്ല പിന്നെ അപ്പോൾ എൻ്റെ വിരലിലെ ആ വേദന ഹാഡ് സ്റ്റോപ്ഡ്, നിന്നിരുന്നു എന്നായി.
അപ്പം എന്താ ഈ സമയം ആയപ്പോഴേക്കും എൻ്റെ വിരലിലെ വേദന നിന്നിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ആ ചികിത്സിക്കുന്ന ആള് എൻ്റെ അമ്മോ ബട്ട് സ്റ്റിൽ, പക്ഷെ എന്നിട്ടും എഴുതി വെച്ചോളി. ബട്ട് സ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ടും, പക്ഷെ എന്നിട്ടും എന്നാണ്. പക്ഷെ എന്നിട്ടും ഐ ഹാഡ് ടു സിറ്റ്, എനിക്ക് ഇരിക്കേണ്ടി വന്നു. ഇവിടെ കണ്ടോ 1 4 3 എന്താണെന്നറിയോ? ഇത് ഹാഡ് ടു എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു പ്രയോഗമാണ്. ഹാഡിൻ്റെ കൂടെ ടു ചേർത്ത് പറയാം. ഹാഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടി വന്നു എന്നാണ്. ചെയ്യേണ്ടി വന്നു. ഹാഡ് ടു ഗോ, പോകേണ്ടി വന്നു. ഹാഡ് ടു കം, വരേണ്ടി വന്നു. ഹാഡ് ടു സിറ്റ്, ഇരിക്കേണ്ടി വന്നു. ഇതിൻ്റെ ഈ ഹാഡ് ടു എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റെ അതിമനോഹരമായ എക്സ്പ്ലനേഷൻ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്റർ എന്ന് പറയുന്ന ബുക്കിൽ പേജ് നമ്പർ 143 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ കഴിയും. നിങ്ങൾ എന്ത് ചെയ്യുക? 143 ഓപ്പൺ ചെയ്യുക, ഇത് വായിക്കുക, പെർഫെക്റ്റ് ആവും. അല്ല പിന്നെ എന്തായി? ഐ ഹാഡ് ടു സിറ്റ് ദെയർ, എനിക്ക് അവിടെ ഇരിക്കേണ്ടി വന്നു. പക്ഷെ എന്നിട്ട് എനിക്ക് അവിടെ ഇരിക്കേണ്ടി വന്നു. എന്നിട്ട് ഗെറ്റ് ട്രീറ്റഡ്. ഇവിടെ കണ്ടോ? ഗെറ്റ് ട്രീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചോദിച്ചോട്ടോ. ഗെറ്റ് ട്രീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ നേടുക, അല്ലെങ്കിൽ ചികിത്സ ലഭിക്കുക, അല്ലെങ്കിൽ ചികിത്സ എടുക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. എന്തൊക്കെയാണ്? ഗെറ്റ് ട്രീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ ലഭിക്കുക, അല്ലെങ്കിൽ ചികിത്സ നേടുക, അല്ലെങ്കിൽ ചികിത്സ എടുക്കുക എന്നൊക്കെ അല്ലേ? അപ്പോൾ എന്തായി? ഗെറ്റ് ട്രീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ എടുക്കേണ്ടി വന്നു എന്നായി ആ പാവത്തിന്. ആർക്ക്? ആ രാജ എന്ന് പറഞ്ഞ ആ പയ്യന് ചികിത്സ എടുക്കേണ്ടി വന്നു. ഓക്കെ, എന്തിൻ്റെ? ഫോർ എ സ്നേക്ക് ബൈറ്റ്, ഒരു പാമ്പ് കടിയുടെ അല്ലേ, ഒരു പാമ്പ് കടിയുടെ ചികിത്സ ആ കുട്ടിക്ക് എടുക്കേണ്ടി വന്നായി. എല്ലാവരും തെറ്റിദ്ധരിച്ചു. സംഭവം എന്താണ്? ഒരു തേനീച്ച കുത്തിയതാണ്. എല്ലാവരും വിചാരിച്ചു പാമ്പ് കടിച്ചതെന്ന്. ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ്, കുറച്ച് സമയത്തിന് ശേഷം, അല്ല കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം എന്തായി? ദി ഓൾഡ് മാൻ ഗോട്ട് അപ്പ്, ആ വയസ്സായ വ്യക്തി ഗോട്ട് അപ്പ്, എണീറ്റു. ഓപ്പറേഷൻ സക്സസ്, എണീറ്റു. എന്നിട്ട് വാഷ്ഡ് മൈ ഫിംഗർ, എൻ്റെ വിരൽ എന്തായി? കഴുകുന്നായി. എൻ്റെ വിരൽ കഴുകി. അപ്പോൾ അയാൾ എണീറ്റു. ലാസ്റ്റ് വലിയൊരു ലോങ് എന്താണ് ഓപ്പറേഷൻ. എന്നിട്ട് അയാൾ എന്തായി? വിരൽ കഴുകി ആ കുട്ടിയുടെ. എന്നിട്ട് ഗേവ് മീ, എനിക്ക് തന്നു. എന്ത്? സം വാട്ടർ, എനിക്ക് കുറച്ച് വെള്ളം തന്നു. എന്തെന്ന് പറയാം? ടു ഡ്രിങ്ക്, കുടിക്കാൻ എനിക്ക് കുറച്ച് വെള്ളം തന്നു ആ കുട്ടിക്ക്, രാജയ്ക്ക്. ഹി ആസ്ക്ഡ് മീ, അദ്ദേഹം എന്നോട് പറഞ്ഞു. ടു ആണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു. ആര്? ആ ചികിത്സ ആള്. ടു കീപ് ക്വയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്നാണ് അല്ലേ? അപ്പോൾ ടു എന്നല്ലോ. ടു കീപ് ക്വയറ്റ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കാൻ പറഞ്ഞു എന്നായി. ആരോട്? രാജയോട്. ഫോർ സം മോർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്നാണ്. സം മോർ, കുറച്ചും കൂടി ടൈം. അപ്പോൾ കുറച്ചുകൂടി സമയം. അപ്പോൾ ഫോർ സം മോർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി സമയം, അല്ലെങ്കിൽ കുറച്ചുകൂടി സമയത്തേക്ക് മിണ്ടാതിരിക്കാൻ പറഞ്ഞു രാജയോട്. ജോൺ ഓപ്പൺ ദ മൗത്ത്. ഓക്കെ, അതിനുശേഷം മക്കളെ കണ്ടുപിടി. അവസാനത്തെ നമ്മുടെ ക്ലൈമാക്സിലേക്ക് കിടക്കാം. ഇവിടെ ഇനി അങ്ങനെ ആ ചികിത്സിക്കുന്ന ആള് രാജയോട് പറഞ്ഞു മിണ്ടാതിരിക്കട്ടോ, മിണ്ടിപ്പോരുത്. അതിനുശേഷം ആ വ്യക്തി പിന്നെ ഹീ ടേൺഡ്, അദ്ദേഹം തിരിഞ്ഞു അല്ലേ? തിരിഞ്ഞു എവിടേക്ക് അറിയോ? ടു ഗ്രാൻഡ് ഫാദർ, അപ്പൂപ്പൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു. എന്നിട്ട് അയാൾ പറയാണ് ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞറിയോ? താങ്ക് ഗോഡ്, ദൈവത്തിന് നന്ദി. യു ബ്രോട്ട് രാജ ഇൻ ടൈം. ഇവിടെ ഉണ്ടോ? യു ബ്രോട്ട്. അപ്പോഴോട് പറയാണ് ദൈവത്തിന് നന്ദി, നിങ്ങൾ രാജയെ കൊണ്ടുവന്നു ഇൻ ടൈം, കൃത്യസമയത്ത്. പറയാണ് നിങ്ങൾ രാജയെ കൃത്യസമയത്ത് കൊണ്ടുവന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു, ദൈവത്തിന് നന്ദി എന്ന് ആര് പറയാണ്? പറയല്ല, തള്ളുകയാണ്. അങ്ങ് തള്ളി. എന്നിട്ട് പറയാണ് ഹി ഈസ് ഔട്ട് ഓഫ് ഡേഞ്ചർ നൗ. ഔട്ട് ഓഫ് ഡേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടനില തരണം ചെയ്യുക എന്നാണ്. അപ്പം എന്തായി? ഹി ഈസ് ഔട്ട് ഓഫ് ഡേഞ്ചർ നൗ. ഇപ്പോൾ അവൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അപകടനില തരണം ചെയ്തു എന്നർത്ഥം. തള്ളേ. ഇനി ഇറ്റ് വാസ്, ഇതായിരുന്നു എന്തായിരുന്നറിയോ?
ഇൻഡീഡ് മക്കളെ, ഇൻഡീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ എന്നാണ്. വാസ്തവത്തിൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അല്ലേ. എ വെനമസ്, വെനമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമുള്ള എന്നർത്ഥം. എന്താണ് വെനമസ്? വിഷമുള്ള. സ്നേക്ക്. അപ്പോൾ വാസ്തവത്തിൽ ഇതൊരു വിഷമുള്ള പാമ്പായിരുന്നു. ഇതൊരു വിഷമുള്ള പാമ്പായിരുന്നു. ദാറ്റ് ബിറ്റ് ഹിം. ഇത് ബൈറ്റിന്റെ പാസ്റ്റ് ആട്ടോ, ബിറ്റ്. അപ്പം എന്തായി? അവനെ അല്ലെ, അവനെ കടിച്ചത് അല്ലെ, അവനെ കടിച്ചത് വാസ്തവത്തിൽ ഒരു വിഷമുള്ള പാമ്പായിരുന്നു എന്ന് പറഞ്ഞു. ആര്? ആ ചികിത്സിച്ച ആൾ. സത്യം പറയുമല്ലോ, ഇവനെ കടിച്ചത് നല്ല വിഷമുള്ള പാമ്പായിരുന്നു. ഇനി അടുത്താണ് ഗ്രാൻഡ് ഫാദർ, അപ്പൂപ്പൻ, ഗ്രാൻഡ് മദർ, അതുപോലെ തന്നെ അമ്മൂമ്മ ആൻഡ് ഓൾ ദി അതർ. അപ്പൊ ആരൊക്കെയാണ് അവിടെ? ഒരുപാട് പേരുണ്ടല്ലേ, അപ്പൂപ്പനും അമ്മൂമ്മയും മറ്റു ആളുകളും. അതായത് അപ്പൂപ്പൻ, അതുപോലെ അമ്മൂമ്മ, അതുപോലെ തന്നെ മറ്റ് എല്ലാ ആളുകളും, മറ്റ് എല്ലാവരും താങ്ക്ഡ്, നന്ദി പറഞ്ഞു. ആരോടെന്നറിയോ? ദി ഓൾഡ് മാൻ, ആ വയസ്സായ വ്യക്തിയോട് എല്ലാവരും നന്ദി പറഞ്ഞു. എന്തിന്? ഫോർ ദ ക്യൂർ, ചികിത്സക്ക്. അപ്പോൾ ചികിത്സക്ക് വേണ്ടി അല്ലെങ്കിൽ ചികിത്സക്ക് എല്ലാവരും ആ വ്യക്തിയോട് നന്ദി പറഞ്ഞു. നിങ്ങളില്ലാതെ കാണായിരുന്നു അല്ലേ. ഇനി അവസാനത്തെ ക്ലൈമാക്സിലേക്ക് കിടക്കാം. കണ്ടോളി, ഇവിടെ വളരെ മനോഹരമായ ഒരു പ്രയോഗം കേട്ടോ. ഇവിടെ വളരെ മനോഹരമായ ഒരു പ്രയോഗം ഉണ്ട്. ഇവിടെ ഓൺ റിട്ടേണിങ് ഹോം. എന്തർത്ഥം? ഓൺ റിട്ടേണിങ് ഹോം എന്ന് വായിച്ചപ്പോൾ അല്ലേ, നിങ്ങളുടെ മനസ്സിൽ ആ അർത്ഥം വരുന്നില്ല. ഓൺ റിട്ടേണിങ് ഹോം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഇവിടെ ഒരു പ്രയോഗം ഉണ്ട്. ഓൺ പ്ലസ് ING ഫോം. എന്താണ്? ഓൺ പ്ലസ് ING. ഓണിൻ്റെ കൂടെ ING ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് 3 അർത്ഥങ്ങളുണ്ട്. ഒന്നാണ് ഉടനെ എന്നർത്ഥം. ഉടനെ. അല്ലെങ്കിൽ വെൻ എന്ന് പറഞ്ഞില്ല, വെൻ. പോൾ എത്തിയപ്പോൾ, തിരിച്ചെത്തിയപ്പോൾ, അല്ലെങ്കിൽ തിരിച്ചെത്തിയ ഉടനെ. മൂന്നാമത്തെ അർത്ഥമാണ് ശേഷം. ഏതൊക്കെയാണ് ഒന്ന് പറയാം. ഒന്നാമത്താണ് ഓൺ പ്ലസ് ING ഫോം വന്നു കഴിഞ്ഞാൽ അവിടെ ഉടനെ. രണ്ടാമത്താണ് പോൾ. മൂന്നാമത്താണ് ശേഷം. അപ്പോൾ ഇവിടെ ഓൺ റിട്ടേണിങ് ഹോം എന്ന് നമുക്ക് ഈ 3 രീതി ഇങ്ങനെ പറയാം. എന്താ? വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെ, അല്ലെങ്കിൽ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം, വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം. ഗ്രാൻഡ് ഫാദർ സെൻറ്റ്, ഗ്രാൻഡ് ഫാദർ അപ്പൂപ്പൻ അയച്ചു. ഹിം, അപ്പൂപ്പൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. എന്ന് പറയോ? ഗിഫ്റ്റ്, സമ്മാനങ്ങൾ. അപ്പോൾ വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെ തന്നെ, അല്ലെങ്കിൽ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അപ്പൂപ്പൻ അദ്ദേഹത്തിന് സമ്മാനങ്ങൾ അല്ലെങ്കിൽ ഉപഹാരങ്ങൾ അയച്ചു കൊടുത്തു. അങ്ങനെ ഇവിടെ നമ്മുടെ കഥ അവസാനിച്ചു അല്ലേ. പാമ്പുകടി എന്നാണ് പേര്. ശരിക്കും പാമ്പുകടി എന്നല്ല വേണ്ടത്. എന്താണ്? തേനീച്ചക്കടി എന്നാണ് വേണ്ടത് അല്ലേ. ഓക്കെ, താങ്ക് യു എവരിവൺ.